എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ UGC നെറ്റ് എക്സാമിനേഷനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ UGC നെറ്റ് എക്സാമിനേഷൻ എന്താണെന്നും അതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷനും അതിൻ്റെ ഏജ് ലിമിറ്റ്, എക്സാം പാറ്റേൺ, സിലബസ്, ഇത്ര കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ UGC നെറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ഇതാണ് UGC നെറ്റ് എക്സാമിനേഷൻ്റെ ഫുൾ ഫോം. ഇവിടെ മറ്റൊരു നെറ്റ് എക്സാം കൂടിയുണ്ട്, അതായത് CSIR നെറ്റ് എക്സാമിനേഷനാണ്. ഇത് സയൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ എഴുതുന്ന നെറ്റ് എക്സാമിനേഷനാണ്. അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, പക്ഷേ UGC നെറ്റ് എക്സാമിനേഷന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇത് കണ്ടക്ട് ചെയ്യുന്ന ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ഇതിൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് CUET പോലത്തെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന അതേ ഏജൻസി തന്നെയാണ് NTA. 2018 സെൻട്രൽ ഗവൺമെൻറ് ഇത്തരം മത്സര പരീക്ഷകൾ നടത്താനായിട്ട് രൂപീകരിച്ച ഒരു ഏജൻസിയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അതിനു മുമ്പേ UGC നെറ്റ് എക്സാമിനേഷൻ UGC തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം CBSE നടത്തിയിരുന്നു കുറച്ചു കാലം. പിന്നീട് NTA വന്നതിന് ശേഷം 2018 ശേഷമുള്ള എല്ലാ എക്സാമിനേഷനും NTA തന്നെയാണ് നടത്തുന്നതും. അത് CBT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. കമ്പ്യൂട്ടറിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്, OMR-ലല്ല. എന്നിരുന്നാലും 2024 ജൂൺ സെക്ഷനിലെ എക്സാമിനേഷൻ NTA തന്നെ OMR പേപ്പറിൽ നടത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അത് ശ്രമിച്ചു എന്ന് പറയേണ്ട കാര്യം, എക്സാം നടത്തി ജൂൺ 19 ഏകദേശം ആ ഒരു ഡേറ്റിനായിരുന്നു എക്സാമിനേഷൻ ഉണ്ടായിരുന്നത്. അവിടുന്ന് 2 ദിവസത്തിന് ശേഷം ആ എക്സാം ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. അതായത് പല ആരോപണങ്ങൾ വന്നിരുന്നു. എക്സാമിനേഷൻ്റെ പേപ്പർ ലീക്കായിരുന്നു, പല ഏജൻസിയായിട്ട് ഇതിന് ടൈപ്പ് ഉണ്ടായിട്ട് ചില കോച്ചിങ് സെൻറ്റർ നടത്തി അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നെറ്റ് എക്സാമിന് വന്നതെന്നൊക്കെ പറഞ്ഞ് പല ആരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്ന് ആ പേപ്പർ ക്യാൻസൽ ചെയ്തു. പിന്നീട് 2 മാസം, ഏകദേശം 2-3 മാസത്തിന് ശേഷം സെപ്റ്റംബറിലോ അങ്ങാണ്ടാണ് വീണ്ടും CBT മോഡലിൽ തന്നെയാണ് ആ എക്സാമിനേഷൻ റീകണ്ടക്ട് ചെയ്തത്. ഈ എക്സാമിനേഷൻ്റെ ടൈം എന്ന് പറയുന്നത് ഏകദേശം 180 മിനിറ്റാണ്. നമുക്കറിയാം 150 ക്വസ്റ്റ്യനാണ് അതിനകത്തുള്ളത്. മൊത്തം 50 ക്വസ്റ്റ്യൻ പേപ്പർ 1, 100 ക്വസ്റ്റ്യൻ പേപ്പർ 2. ഇങ്ങനെ 150 ക്വസ്റ്റ്യന് 180 മിനിറ്റ്, ഏകദേശം 3 മണിക്കൂർ സമയമാണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. അതായത് നമുക്കറിയാം മാസ്റ്റേഴ്സ് ഡിഗ്രി ഏത് സബ്ജക്റ്റിലാണോ നമ്മൾ അതേ സബ്ജക്റ്റിലാണ് നെറ്റ് എഴുതുക. അപ്പോൾ ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. അതും 55% മാർക്കോട് കൂടി പാസ്സാവണം. അത് റിസർവേഷൻ കാറ്റഗറിക്ക് 50% മതി, പക്ഷേ ജനറൽ കാറ്റഗറിക്ക് 55% വേണം. പിന്നെ മാസ്റ്റേഴ്സ് ഫൈനൽ ഇയറിലുള്ള കുട്ടികൾക്ക് ഈ എക്സാമിനേഷൻ എഴുതേണ്ട അർഹതയുണ്ട്. അതിൻ്റെ കാരണം നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ഏതാണോ ഡേറ്റിനാണോ നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്, അവിടുന്ന് 2 വർഷത്തിനുള്ളിൽ നമുക്ക് ഈ മിനിമം ക്വാളിഫിക്കേഷനായ മാസ്റ്റേഴ്സ് ഡിഗ്രി പാസ്സായാൽ മതി. അപ്പം ഫൈനൽ ഇയറുള്ള കുട്ടികൾ ഏതായാലും 2 വർഷത്തിനുള്ളിൽ അവരുടെ പരീക്ഷയുടെ റിസൾട്ട് വരുമല്ലോ, പാസ്സാവുന്ന ഉറപ്പുള്ളവർക്ക് ഈ നെറ്റ് എക്സാമിനേഷൻ എഴുതാം. പിന്നെ വരുന്നത് ഏജ് ലിമിറ്റാണ്. നമ്മുടെ UGC നെറ്റ് എക്സാമിനേഷന് ഏജ് ലിമിറ്റ് ബാധകമല്ല. ഏത് പ്രായക്കാർക്കും UGC നെറ്റ് എക്സാമിനേഷൻ എഴുതാം. പക്ഷേ നമ്മൾ ആ നെറ്റ് എക്സാമിൻ്റെ തന്നെ ടോപ്പിൽ വരുന്ന ഒരാൾക്ക് കിട്ടുന്ന 1% ആൾക്കാർ കിട്ടുന്ന JRF, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ ഫെലോഷിപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ 30 വയസ്സിനുള്ളിൽ തന്നെ ആ എക്സാമിനേഷൻ എഴുതണം. പിന്നെ റിലാക്സേഷൻ ഉണ്ട് കുറച്ച് കാറ്റഗറീസിന്, എന്നാലും ജനറൽ കാറ്റഗറിക്ക് 30 വയസ്സാണ് JRFൻ്റെ പ്രായപരിധി. അപ്പോൾ JRF അറിയാൻ ഒരു പർട്ടിക്കുലർ എമൗണ്ട് കിട്ടുന്നുണ്ട് നമുക്ക്, അത് PhD ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇൻ കേസ് നെറ്റാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവേണ്ട ആ യോഗ്യത മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിനൊരു പ്രായപരിധി ബാധകമല്ല. പക്ഷേ JRFന് 30 വയസ്സെന്നുള്ളൊരു പ്രായപരിധി ബാധകമാണ്. പിന്നെയുള്ളത് ഇതിൻ്റെ വാലിഡിറ്റിയാണ്. UGC നെറ്റ് എക്സാമിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് ലൈഫ് ടൈം വാലിഡിറ്റിയാണ്. ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മതി. പിന്നെ പ്രത്യേകിച്ച് ആ പരീക്ഷ പിന്നീട് എഴുതേണ്ട ആവശ്യമില്ല. അത് ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റാണ്. പക്ഷേ JRFൻ്റെ സർട്ടിഫിക്കറ്റിന് 3 വർഷമാണ് വാലിഡിറ്റി. അത് 3 വർഷം എന്ന് പറയുന്നത് ആ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആ JRF എഴുതുന്ന സമയത്ത് നമുക്ക് 5 വർഷത്തേക്കുള്ളൊരു ഫെലോഷിപ്പാണ് അതിലൊരു പാക്കേജായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ പാക്കേജ് ഫെലോഷിപ്പ് നമുക്ക് അവൈൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആ JRFൻ്റെ റിസൾട്ട് വന്നിട്ട് 3 വർഷത്തിനുള്ളിൽ നമ്മൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ PhDയിൽ അഡ്മിഷൻ എടുത്തെങ്കിൽ മാത്രമേ ആ JRF സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഫെലോഷിപ്പ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഇൻവാലിഡായി പോകും. അതാണ് ആ വാലിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ JRF കിട്ടിയവർക്ക് പല ഇൻ്റർവ്യൂസിനൊക്കെ ചെറിയൊരു പോയിൻ്റ് കിട്ടാറുണ്ട്. നെറ്റിന് 5 മാർക്കുള്ളവർക്കും
നെറ്റും JRF ഉള്ളവർക്ക് 7 മാർക്ക്, 2 പോയിൻ്റ് എന്തോ അധികം കിട്ടുന്നുണ്ട്. ആ കേസിൽ ഇതിന് വാലിഡിറ്റി ബാധകമല്ല, അത് വാലിഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് ഈ നെറ്റ് എക്സാമിൻ്റെ തന്നെ മാർക്ക് PhD PhDക്കുള്ള ആ പ്രവേശന പരീക്ഷയുടെ അതായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ PhD എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു കാറ്റഗറി കൂടി ഈ നെറ്റ് എക്സാമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാലിഡിറ്റി 1 വർഷമാണ്. അതായത് 1 വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം എഴുതി കഴിഞ്ഞാൽ ആ മാർക്ക് നമ്മൾ പരിഗണിക്കുള്ളൂ, 1 വർഷം. അതുപോലെ തന്നെ ഇത് കിട്ടുന്ന പറഞ്ഞാൽ നമ്മൾ മൊത്തം എത്ര കുട്ടികളാണോ പരീക്ഷ എഴുതുന്നത് അതിൻ്റെ ഏകദേശം 6% ആൾക്കാർക്കാണ് നെറ്റ് കിട്ടുന്നത് 6% ആൾക്കാർക്കാണ്. അതേപോലെ JRF കിട്ടുന്നത് ഏറ്റവും ടോപ്പിലുള്ള 1% ആൾക്കാർ. അത് മൊത്തം പരീക്ഷ എഴുതിയ ആൾക്കാരിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന 1%, ഏകദേശം 1%, അത് 1% കിട്ടാറില്ല. 0.7 മുതൽ 0.8 അങ്ങനെയൊക്കെയാണ് അതിൻ്റെ. അത് ഏകദേശം 1% ആൾക്കാർക്ക് മാത്രമാണ് JRF കിട്ടുക. പക്ഷേ ഈ PhD എന്ന് പറയുന്ന സാധനം 12% ആൾക്കാർക്ക് വരെ കിട്ടാറുണ്ട്, ഏകദേശം 12% ആൾക്കാർക്ക്. അതായത് ഒരു 100 ആൾക്കാർ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അവിടെ 12 പേർക്ക് PhD ക്വാളിഫൈ ചെയ്യാം, 6 പേര് UGC നെറ്റ് ക്വാളിഫൈ ചെയ്യാം, അതുപോലെ ഒരാൾ JRF ക്വാളിഫൈ ചെയ്യാം. പിന്നീട് വരുന്നത് നമ്മുടെ എക്സാം പാറ്റേൺ ആണ്. UGC നെറ്റ് എക്സാമിനേഷൻ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, CBT മോഡലാണ് നടത്തുന്നത്. ഇതിന് 2 പേപ്പറാണുള്ളത്. ഒന്ന് പേപ്പർ 1, അത് ജനറൽ പേപ്പറാണ്, എല്ലാവർക്കും ഒരുപോലെയാണ്. UGC നെറ്റ് എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും. പിന്നെ പേപ്പർ 1 എന്ന് പറഞ്ഞാൽ ഒരു കോമൺ സബ്ജക്റ്റാണ്, അതിൻ്റെ സിലബസും കോമൺ ആണ്, ഏറെക്കുറെ ഒരേ ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ് കിട്ടുക. പിന്നെ പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ കൺസെൻറ്റ് സബ്ജക്റ്റാണ്. നിങ്ങൾ ഏത് സബ്ജക്റ്റിനാണോ നെറ്റ് അപ്ലൈ ചെയ്യുന്നത്, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, മലയാളം ആണെങ്കിൽ മലയാളം, അതാണ് പേപ്പർ 2. പിന്നെ ഇത് രണ്ടും ഒരു സിംഗിൾ എക്സാമിനേഷനായിട്ടാണ് നടക്കുന്നത്. ഒരേ ടൈമിൽ തന്നെ ഈ 3 മണിക്കൂറിൽ 2 പേപ്പർ നമ്മൾ അറ്റൻഡ് ചെയ്യണം. പേപ്പർ 1ൻ്റെ 50 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, പേപ്പർ 2ൻ്റെ 100 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ 150 ക്വസ്റ്റ്യന് ഏകദേശം 180 മിനിറ്റ്, 3 മണിക്കൂർ സമയമാണ് നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ ഈ എക്സാമിനേഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ പേപ്പർ 1ലാണ് എക്സാമിനേഷൻ എപ്പോഴും തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ 1 ആദ്യം ചെയ്യേണ്ട, പേപ്പർ 2 ആണ് എനിക്ക് ആദ്യം ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. മുകളിൽ തന്നെ ഒരു ബാറുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ പേപ്പർ 2ലേക്ക് മാറാൻ പറ്റും, അവിടെ നിന്ന് തിരിച്ച് പേപ്പർ 1ലേക്ക് മാറാൻ പറ്റും. അതായത് നിങ്ങൾ 1ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ഈ 150ാമത്തെ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ട ഒരു ഓപ്ഷൻ ഈ എക്സാമിനേഷനുണ്ട്. അതേപോലെ തന്നെ ഈ പേപ്പർ 1 എന്ന് പറയുന്നത് ബൈലിംഗ്വലാണ്, ഹിന്ദിയിലും ഇംഗ്ലീഷിലും 2 സബ്ജക്റ്റിലും വരും, 2 ഭാഷയിലും ഈ പേപ്പർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മാറ്റി എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഹിന്ദിയിൽ വേണമെങ്കിൽ ഹിന്ദി, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ്, അത് മാറ്റേണ്ട ഓപ്ഷനും ആ എക്സാമിനേഷൻ്റെ ഡാഷ്ബോർഡിൽ തന്നെ കാണും. പിന്നെ ഇതിൻ്റെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തൊരു വലിയൊരു കാര്യമാണ്. അതുപോലെ CSIR നെറ്റ് എക്സാമിനേഷന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് പാസ്സാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ 150 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ 100 ക്വസ്റ്റ്യൻ അറിയുന്നുണ്ടെങ്കിൽ ബാക്കി 50 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്കി കുത്താം അങ്ങനെ. അതേപോലെ തന്നെ ഇതിന് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ടാണ്, അതൊരു ശരി ഉത്തരത്തിന് 2 മാർക്ക്, തെറ്റുത്തരത്തിന് പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് അതിനെ പരിഗണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ 180 ക്വസ്റ്റ്യൻ ഉള്ളിടത്ത് 2 മാർക്ക് വെച്ച് 300ലാണ്, ഔട്ട് ഓഫ് 300 ആണ് ഇതിൻ്റെ വാല്യുവേഷൻ നടക്കുന്നത്. 300 മാർക്കിലാണ് ഈ പരീക്ഷ. പിന്നെ ഇതിൻ്റെ സിലബസ് 2 പേപ്പറിനും, അതായത് പേപ്പർ 1നും പേപ്പർ 2നും ഡെഡിക്കേറ്റഡ് സിലബസ് ഉണ്ട്. ആ സിലബസിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. പേപ്പർ 1ന് 50 ക്വസ്റ്റ്യനാണ് വരിക. അതായത് 350 50 ക്വസ്റ്റ്യൻ പേപ്പർ 1ൻ്റെ പാർട്ടാണ്. അത് വരുന്നത് 10 യൂണിറ്റാണ്. അത് ആ സിലബസിൽ 10 യൂണിറ്റ് എന്താണെന്ന് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു യൂണിറ്റിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 10 യൂണിറ്റിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വരും. അങ്ങനെ മൊത്തം 50 ക്വസ്റ്റ്യൻ. അത് ഒരു യൂണിറ്റിൽ നിന്ന് 5 വെച്ചിട്ട് 10 യൂണിറ്റിൽ നിന്ന് 5 5 5 അങ്ങനെ 50 ക്വസ്റ്റ്യനാണ് വരിക. അതിൽ ഓരോരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ച് മൊത്തം 100 മാർക്കിലാണ് പേപ്പർ 1ൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത്. പേപ്പർ 1ഉം പേപ്പർ 2 പോലെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഇതിൻ്റെ മീനിങ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുപോലെ തന്നെ പേപ്പർ 2ൽ 100 ക്വസ്റ്റ്യനാണ് വരുന്നത്. മൊത്തം 100 ക്വസ്റ്റ്യൻ വരും. അവിടെയും 10 യൂണിറ്റ് തന്നെയാണ്. ആ 10 യൂണിറ്റ് ഒരു യൂണിറ്റിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ വെച്ച് 10 യൂണിറ്റിൽ നിന്ന് അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻ അവിടെയും വരും. 100 ക്വസ്റ്റ്യൻ ആകുമ്പോൾ 2 മാർക്കാകുമ്പോൾ 200ലാണ് പേപ്പർ 2. നോ നെഗറ്റീവ് മാർക്കിംഗ്, അവിടെയും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോൾ ഒരു പേപ്പർ 1 എന്ന് പറഞ്ഞാൽ 100 ക്വസ്റ്റ്യൻ, 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, മൊത്തം 100 മാർക്കിൻ്റെ പരീക്ഷയാണ് അവിടെ നടക്കുന്നത്. പേപ്പർ 2ൽ 200 മാർക്കിൻ്റെ പരീക്ഷയാണ് ഇവിടെ നടത്തുന്നത്. മൊത്തം 150 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്.
അപ്പം നിങ്ങൾ ഓൾറെഡി മാസ്റ്റേഴ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേപ്പർ 2 അത്യാവശ്യം നല്ലൊരു ഐഡിയ ഉണ്ടാവും. പിന്നെ എന്താണ് അവിടെ പഠിക്കേണ്ടതെന്നും നിങ്ങൾ ആ പഠിക്കുന്ന ഏകദേശം അതേ സിലബസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് നെറ്റ് എക്സാമിൻ്റെ സിലബസ് ഏറെക്കുറെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും മാച്ചിങ് തന്നെയാണ് കിട്ടുക. എന്നാലും നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവും. പക്ഷേ പേപ്പർ 1 എന്ന് പറഞ്ഞാൽ അത്ര ഐഡിയ ഉണ്ടാവണമെന്നില്ല. അതിൽ 10 യൂണിറ്റും 10 തരത്തിലുള്ള യൂണിറ്റാണ്. ചിലത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്, ചിലത് കണക്കാണ്, ചിലത് നമ്മൾ പണ്ട് നമ്മൾ 10-ലൊക്കെ പഠിച്ച ബേസിക് സയൻസിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, കുറച്ച് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്, കുറച്ച് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം അത് സ്കിപ്പ് ചെയ്യുന്നത് ഒരു നല്ലൊരു ബുദ്ധിയല്ല. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പേപ്പർ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയും നമുക്ക് 100 ക്വസ്റ്റ്യൻ ഒന്നും ശരിയാക്കാൻ ഇതിൽ പറ്റില്ല. ഏറെക്കുറെ ഇപ്പോൾ ഒരു ആവറേജ് ഒരു 50, 60, ഒരു 65, 70 മുകളിൽ നമ്മൾ പേപ്പർ 2 സ്കോർ ചെയ്യാൻ പറ്റാറില്ല. എന്ന് പറഞ്ഞാൽ പരീക്ഷ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. ഒരു 10-20 ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ശരിയാവാറില്ല. അതുകൊണ്ട് തന്നെ പേപ്പർ 1ൻ്റെ മാർക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പേപ്പർ 1നെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അടുത്ത് ചെയ്യാം. ആ സമയത്ത് നമ്മൾ ഓരോരോ യൂണിറ്റും എങ്ങനെയാണ് പഠിക്കണം എന്നുള്ളൊരു സ്ട്രാറ്റജിയും നമുക്കതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം പേപ്പർ 1 മിക്ക ആൾക്കാരും ചെയ്യുന്നൊരു പ്രശ്നമാണ് പേപ്പർ 1 സ്കിപ്പ് ചെയ്തിട്ട് പേപ്പർ 2 മാത്രം പഠിച്ചിട്ട് അപ്പം ചെറിയ ചെറിയ മാർക്കിനൊക്കെ ഈ നെറ്റൊക്കെ പോകുന്നൊരു പ്രശ്നം. അങ്ങനെയാണ് ഈ പേപ്പർ 1 ഈ ഭയങ്കര വൽക്കരിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.